മലയാള സിനിമ വീണ്ടും പ്രേതങ്ങളോട് ഇഷ്ടം കാണിച്ചു തുടങ്ങുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ. ത്രില്ലറുകളുടെ ഇടയിൽ കൂടി മറ്റൊരു കൈവഴിയായി ഒരു പ്രേതത്തെ ഒഴുക്കിവിടുക, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ പ്രേതത്തെ കടത്തിവിടുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മുടെ പ്രേത സിനിമകൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ അഥവാ പ്രേതങ്ങളുടെ പരിണാമം നമുക്കൊന്ന് നോക്കിയാലോ. അതോടൊപ്പം പ്രേത സിനിമകൾ നമ്മളെ പേടിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ എന്തൊക്കെയെന്നും നോക്കാം. പഴയ പ്രേത സിനിമകൾ പലതും ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറില്ല എന്നതൊരു വാസ്തവമാണ്. ഓരോ കാലഘട്ടത്തിലും അന്നുള്ള പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ക്ലാസിക് പ്രേത സിനിമകൾ പലപ്പോഴും പിന്നീട് വരുന്ന പ്രേക്ഷകരെ പേടിപ്പെടുത്താറില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ കോമഡിയായും തോന്നാറുണ്ട്. പ്രേക്ഷകരുടെ എക്സ്പോഷർ കൂടി വരുംതോറും അവരെ പേടിപ്പിക്കാൻ സിനിമാക്കാർക്ക് കൂടുതൽ വിയർക്കേണ്ട അവസ്ഥ വരും, കൂടുതൽ ട്രിക്സ് ഉപയോഗിക്കേണ്ടി വരും. അതല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് നന്നായി ഒന്ന് പേടിക്കാൻ കഴിയാത്ത പ്രേക്ഷകർ അതൊരു മോശം സിനിമയായിരുന്നു, വെറുതെ കാശ് കളഞ്ഞു എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരും. കാലാകാലങ്ങളായി പേടിപ്പിക്കാൻ പ്രേത സിനിമകൾ ഉപയോഗിക്കുന്ന ചില ട്രിക്കുകളുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹൊറർ സിനിമകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ജംപ് സ്കെയർ. സ്ക്രീനിൽ അതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഇമേജിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തി പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്നതിനെയാണ് ജംപ് സ്കെയർ എന്ന് പറയുക. സാധാരണയായി ഒരു വലിയ ശബ്ദത്തോടെയാണ് ഇത് ചെയ്യുക. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു പോയിന്റിൽ പെട്ടെന്ന് വലിയ ശബ്ദത്തിന്റെ അകമ്പടിയോടെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടാകാം. അതല്ലെങ്കിൽ കുറച്ചു നേരമായി സീനുകളിലൂടെ ബിൽഡ് ചെയ്തു വെച്ച ഭയത്തിന്റെ ഒരു പേ ഓഫ് ആയും ജംപ് സ്കെയർ ഉപയോഗിക്കാം. നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ സിനിമകളിലെ ജംപ് സ്കെയറുകൾ ഇന്ന് കാണുമ്പോൾ അവ നമ്മളെ അത്ര പേടിപ്പിക്കാൻ വഴിയില്ല. ടെക്നോളജി അന്നത്ര വികസിച്ചിട്ടില്ലാത്തതിനാൽ ഇന്ന് കാണുന്ന ജംപ് സ്കെയറുകളുടെ ഒരു പ്രിമിറ്റീവ് രൂപമാണ് അവയിൽ കാണാൻ കഴിയുക. പക്ഷെ അത് അന്നത്തെ പ്രേക്ഷകരെ തീർച്ചയായും ഭയപ്പെടുത്തി കാണണം. ജംപ് സ്കെയറുകൾ പൊതുവെ ഒരു ചീപ്പ് ട്രിക്കായാണ് പരിഗണിക്കപ്പെടുന്നത്. അതിന് കാരണം അതിലൂടെ ഉണ്ടാകുന്ന പേടി കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കൂ എന്നതാണ്. ഒരു സിനിമ മുഴുവനും സിനിമയ്ക്ക് ശേഷവും ആ ഹൊറർ ഫീൽ നിലനിർത്താൻ നല്ല ക്രാഫ്റ്റിന് മാത്രമേ കഴിയൂ. എന്നിരുന്നാലും വളരെ എഫക്റ്റീവായും മിനിമലായും ഉപയോഗിച്ചാൽ ജംപ് സ്കെയർസും ഗംഭീരമാക്കാം. അടുത്തത് ശബ്ദമാണ്. പ്രേത സിനിമകളിൽ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഫ്രീക്വൻസിയാണ് സാധാരണ നമ്മളെ പേടിപ്പിക്കാൻ ഉപയോഗിക്കുക. ബേസ് വോയിസ് ആണ് നമ്മളെ പേടിപ്പിക്കുക എന്നതാണ് അതിന് കാരണം. പക്ഷെ നമ്മുടെ പ്രേത സങ്കല്പം ഇത്തിരി വ്യത്യസ്തമായതുകൊണ്ട് സുന്ദരികളായ യക്ഷികൾക്ക് നമ്മൾ എസ് ജാനകിയുടെ ശബ്ദമാണ് കൊടുക്കുക. ഈയിടെയായി പ്രേത സിനിമകളിലെ BGMൽ സ്ഥിര സാന്നിധ്യമായ ഡിസ്റ്റോർട്ടഡ് ഫ്രീക്വൻസിയിലുള്ള കുട്ടിയുടേതിന് സമാനമായ ഒരു BGM നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഫ്രീക്വൻസിയിലെ വ്യതിയാനം, കുട്ടിയുടെ ശബ്ദം, ഇതൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ക്രീപ്പിനെസ് ആണ് അവിടെ വർക്ക് ആവുന്നത്. കരയുന്ന കുട്ടിയുടെ ശബ്ദം, മൃഗങ്ങളുടെ പേടിയുള്ള കരച്ചിൽ എന്നിവയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി ഡിസ്റ്റോർട്ടഡ് ആക്കുന്നത് നമ്മളിലെ പേടിയെ വർദ്ധിപ്പിക്കും. അതുപോലെ ന്യൂട്രലായി പോകുന്ന മ്യൂസിക്കിൽ പെട്ടെന്ന് സ്പീഡിലും പിച്ചിലും വോളിയത്തിലും മാറ്റം വരുത്തുന്നതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന ഒന്നാണ്. അതായത് സാധാരണ ശബ്ദങ്ങളെ അൺനാച്ചുറൽ ആക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, വിസ്പറിംഗ്, പെട്ടെന്നുള്ള ഒച്ച, ഇതൊക്കെ പ്രേക്ഷകരെ പേടിപ്പിക്കുന്ന സംഗതികളാണ്. അടുത്തത് വെളിച്ചമാണ്. മീശ മാധവനിൽ ദിലീപിന്റെ കഥാപാത്രം ടോർച്ച് മുഖത്തിന് താഴെ പിടിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ വെളിച്ചത്തിൽ മുഖം കണ്ട് മറ്റൊരു കഥാപാത്രം പേടിക്കുന്ന ഒരു സീനുണ്ട്. സിനിമയിൽ അത് കോമഡിയാണെങ്കിലും പ്രേത സിനിമകളിൽ വെളിച്ചത്തിനും നിഴലിനും വലിയ പ്രാധാന്യമുണ്ട്. മുഖത്തിന്റെ താഴെ നിന്ന് മുകളിലേക്ക് വെളിച്ചം വരുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. അത് പേടിപ്പിക്കുന്ന ചില നിഴലുകൾ മുഖത്ത് വരുത്തുകയും ചെയ്യും. ഇതുപോലെ അൺനാച്ചുറൽ എന്ന് തോന്നിക്കുന്ന ലൈറ്റിംഗ് ടെക്നിക്കുകൾ പ്രേത സിനിമകളിൽ ഉപയോഗിക്കാറുണ്ട്. അവ്യക്തമായ രൂപങ്ങൾ, പുറകിലൂടെ പാഞ്ഞു പോകുന്ന പ്രേത രൂപങ്ങൾ, ഇതൊക്കെ കാണിക്കാൻ വെളിച്ചത്തിന്റെ പല സാധ്യതകളും ഉപയോഗിക്കാറുണ്ട്. പുറകിലൂടെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറ മൂവ്മെന്റ് ആണ് അടുത്ത ടെക്നിക്. പ്രേത സിനിമകൾ തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. പ്രേക്ഷകരെ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് നിർത്തി ആരോ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊപ്പം ക്യാമറയുടെ പാൻ മൂവ്മെന്റും ട്രോളി മൂവ്മെന്റും ഷേക്കി ആയിട്ടുള്ള മൂവ്മെന്റും സാഹചര്യത്തിനനുസരിച്ച് പ്രേക്ഷകരിൽ പേടി ഉണർത്താൻ സഹായിക്കാറുണ്ട്. ഇതേപോലെ കാലങ്ങളായി ഉപയോഗിക്കുന്ന മറ്റൊരു ട്രിക്കാണ് മിറർ റിഫ്ലക്ഷൻ. കണ്ണാടികൾ ഹൊറർ സിനിമകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുന്ന വിചിത്ര രൂപങ്ങളെ ജംപ് സ്കെയർസായും അല്ലാതെയും ഉപയോഗിക്കാറുണ്ട്. കണ്ണാടിയിൽ അല്ലെങ്കിൽ കണ്ണാടി പോലുള്ള പ്രതലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇമേജസ് ഡിസ്റ്റോർട്ടഡ് ആക്കാനുള്ള സാധ്യത കൊണ്ട് കൂടിയാണ് അത് ഉപയോഗിക്കുന്നത്. ക്രീപ്പിയായ ആളുകളെയും വസ്തുക്കളെയും ഉപയോഗിക്കുന്നതാണ് അടുത്ത ടെക്നിക്. പേടിക്കണോ പേടിക്കണ്ടയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെയോ വസ്തുക്കളെയോ സംഭവങ്ങളെയോ ആണ് നമ്മൾ ക്രീപ്പി എന്ന് പറയുക. ഉദാഹരണത്തിന് ഹൊറർ സിനിമകളിലെ ക്ലൗൺ ഫേസുകൾ. ക്ലൗൺ ഫേസിന്റെ ക്രീപ്പിനെസ് മാസ്കിന്റെ പുറകിലുള്ള മുഖത്തിന്റെ എക്സ്പ്രഷനോ രൂപമോ അറിയാത്തത് കൊണ്ട് അയാൾ ഒരു ത്രെറ്റ് ആണോ അല്ലയോ എന്നത് തലച്ചോറിന് തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ്. ആ ഒരു ക്രീപ്പിനെസ് നമ്മളിൽ പേടിയുണ്ടാക്കും. എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വെറും ഒരു ഇമിറ്റേഷനായാണ് നമ്മുടെ പല സിനിമകളിലും ക്ലൗൺ ഫേസുകൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതത്ര എഫക്റ്റീവായി തോന്നാറുമില്ല. മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഹൊറർ സിനിമകളിലെ ഈ ക്രീപ്പിനെസ്. മേക്കപ്പിന്റെ ഉപയോഗം, പ്രോപ്സിന്റെ ഉപയോഗം, ഇടുങ്ങിയ ഇടനാഴികൾ, മുറികൾ, ഇതൊക്കെയും പ്രേത സിനിമകളിൽ പേടി ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു ടെക്നിക്കുകളാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മലയാള ഹൊറർ സിനിമകളിൽ ഉണ്ടായ മാറ്റങ്ങൾ പറയുന്നതിന് മുന്നോടിയായി ഹൊറർ സിനിമകളിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് മലയാളത്തിലെ ഹൊറർ സിനിമകളെ ഓരോന്നായി നോക്കാം. മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ ട്രൂ ഹൊറർ ചിത്രം എന്ന് പറയപ്പെടുന്നത് ബഷീർ എഴുതി വിൻസെന്റ് സംവിധാനം
ചെയ്ത ഭാർഗവി നിലയമാണ്. 1964 ഇറങ്ങിയ ഈ ചിത്രം ഒരു റൊമാൻറ്റിക് ഹൊറർ സിനിമയാണ്. ഹോണ്ടഡ് ഹൗസ് എന്ന യൂണിവേഴ്സൽ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും സിനിമയിലെ യക്ഷി പ്രേക്ഷകരെ പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തെക്കാൾ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്ന ഉദ്ദേശത്തോടെ എഴുതപ്പെട്ട ഫ്രണ്ട്ലിയായ യക്ഷിയാണ്. വെള്ള സാരിയുടുത്ത് വാലിട്ട് കണ്ണെഴുതി മുടി അഴിച്ചിട്ട് വേദനയൂറുന്ന പാട്ട് മധുരമായി പാടുന്ന സുന്ദരിയായ പ്രേതമാണ് മലയാള സിനിമയിലെ ആദ്യത്തെ പ്രേതം. നമ്മുടെ നാടോടി കഥകളിലെ യക്ഷി സങ്കല്പത്തിൽ നിന്നും വന്നതാകാം ഇതിൽ പറഞ്ഞ പലതുമെങ്കിലും വെള്ള സാരി ഒരു പക്ഷേ ഷൂട്ടിങ്ങിന്റെ എളുപ്പത്തിന് വേണ്ടി രാത്രിയിലും കാണാൻ പറ്റുന്ന ഒരു കളർ എന്ന നിലയിൽ സിനിമയിൽ ചൂസ് ചെയ്തതാകാം. പക്ഷെ പിന്നീട് വെള്ളസാരി നമ്മുടെ പ്രേത സിനിമകളിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി എന്നതാണ് ചരിത്രം. പേടിപ്പെടുത്തുന്ന പ്രതികാരദാഹിയായ മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യന്റെ രക്തം കുടിക്കുന്ന യക്ഷിയിലേക്ക് നമ്മൾ എത്താൻ പിന്നെയും കുറെ സമയം എടുത്തിരുന്നു. യക്ഷിയുടെ വേറെ സാധ്യതകളാണ് ഫാന്റസിയേക്കാൾ ലോജിക്കലായ നമ്മൾ മലയാളികൾ അക്കാലത്ത് ചിന്തിച്ചതെന്ന് തോന്നുന്നു. 1968 ഇറങ്ങിയ KS സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി അതിനൊരു ഉദാഹരണമാണ്. പുരുഷന്റെ സ്ത്രീയോടുള്ള പേടിയും അപകർഷതയും സൃഷ്ടിക്കുന്ന യക്ഷി എന്ന സങ്കല്പത്തെ സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്ത സിനിമയാണ് യക്ഷി. 1978 ഇറങ്ങിയ ലിസയാണ് മലയാളികളെ ആദ്യമായി ഏറ്റവും അധികം പേടിപ്പിച്ച ഹൊറർ സിനിമ. ലോജിക്കിലേക്കൊന്നും പോകാതെ പൂർണ്ണമായും പേടിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഇറങ്ങിയ സിനിമയാണ് ലിസ. ലിസ ഇന്ന് കണ്ടാൽ നമുക്കാർക്കും പേടി തോന്നാൻ വഴിയില്ലെങ്കിലും അന്നത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. നാടൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ മോഡേൺ പെൺകുട്ടിയുടെ പ്രേതം കയറി തന്നെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുക എന്ന പിന്നീട് പല സിനിമകളിൽ തുടർച്ചയായി ഉപയോഗിക്കപ്പെട്ട പ്രേത തീം ആദ്യമായി ഉപയോഗിച്ചത് ലിസയിലാണ്. നാടൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ മോഡേൺ പെൺകുട്ടിയുടെ പ്രേതം കയറിയതിനു ശേഷം നാടൻ പെൺകുട്ടി മോഡേൺ ആകുന്നത് കണ്ട് അന്താളിക്കുന്ന ബന്ധുക്കൾ എന്നത് ഇതിനു മുൻപ് നടി ഷീല സംവിധാനം ചെയ്ത യക്ഷഗാനത്തിലുണ്ടെങ്കിലും അത് പ്രതികാരം എന്ന നിലയ്ക്ക് മാറുന്നത് ലിസ മുതലാണെന്ന് തോന്നുന്നു. മേക്കപ്പ്, കോസ്റ്റ്യൂം, പ്രേതമാകുമ്പോഴുള്ള ശബ്ദ വ്യതിയാനം, ക്യാമറ മൂവ്മെന്റ്സ് തുടങ്ങിയവയാണ് ലിസയിൽ പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ. ലിസ എന്നെഴുതി കാണിക്കുന്ന രംഗം ഇന്ന് കാണുമ്പോഴും അത്യാവശ്യം ക്രിയേറ്റീവ് ആണെന്ന് തന്നെ ഫീൽ ചെയ്യും. ജംപ് സ്കെയറുകളെ അത്ര എഫക്റ്റീവായി ഉപയോഗിക്കാൻ ലിസയ്ക്കും സാധിച്ചിട്ടില്ല. ലിസ അന്നത്തെ ഹോളിവുഡ് പ്രേത സിനിമകളുടെ ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നും വിധമുള്ള ഒരു സിനിമയാണ്. നമ്മുടെ മിത്തുകളോ നാടൻ കഥകളോ ഒന്നുമല്ല സിനിമയുടെ ആധാരം. എക്സോസിസം പോലുള്ള സീനുകൾ ഉണ്ട് താനും. പ്രേതം ക്രിസ്ത്യൻ ആണെങ്കിൽ വെള്ള സാരിക്ക് പകരം വെള്ള ഗൗൺ എന്ന ആശയം വന്നത് ലിസ മുതലാണെന്ന് തോന്നുന്നു. എന്തായാലും പേടിപ്പിക്കുന്ന ഭീകരമുഖമുള്ള, സൗന്ദര്യത്തിൽ അത്ര കെയർ ചെയ്യാതെ മുഖം വക്രിക്കാനും പരിഹസിക്കാനും തുപ്പാനും ഒക്കെ ശ്രമിക്കുന്ന പ്രേതം ലിസയുടെ പ്രത്യേകതയാണ്. 1979 ഇറങ്ങിയ കള്ളിയങ്കാട്ട് നീലി വീണ്ടും ലോജിക്കൽ ആകാനുള്ള ശ്രമം നടത്തുന്ന ഒരു ഹൊറർ സിനിമയാണ്. കള്ളിയങ്കാട്ട് നീലിയെ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. മലയാളികളുടെ സ്വന്തം യക്ഷിയാണ് കള്ളിയങ്കാട്ട് നീലി. ആ മിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കഥ പറയുന്ന രീതിയിൽ എടുത്ത സിനിമയാണ് കള്ളിയങ്കാട്ട് നീലി. ഭർത്താവിനാൽ ചതിച്ചു കൊല്ലപ്പെട്ട കള്ളിയങ്കാട്ട് നീലി അടക്കം ഇതുവരെ മലയാള സിനിമ കൈകാര്യം ചെയ്ത പ്രേതങ്ങളെല്ലാം സ്ത്രീകളാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റി. പുരുഷനാൽ വഞ്ചിക്കപ്പെട്ട് പ്രതികാരദാഹിയായ യക്ഷിയായി മാറുന്ന സ്ത്രീകളുടെ ഭൂരിപക്ഷത്തിനിടയിൽ വന്ന വേറിട്ടൊരു ഹൊറർ സിനിമയാണ് 1978 ഇറങ്ങിയ വയനാടൻ തമ്പാൻ. ഇന്നുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് പുനർനിർമ്മിച്ച സൂപ്പർ ഹിറ്റായി മാറാനുള്ള എല്ലാ സ്കോപ്പുമുള്ള ഒരു വേറിട്ടൊരു തിരക്കഥയാണ് വയനാടൻ തമ്പാന്റേത്. നമ്മുടെ ചില മിത്തുകളെ വളരെ വൈൽഡായ ഫാന്റസിയുമായി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ടാണ് തമ്പാന്റേത്. ശബ്ദത്തിന്റെ സാധ്യതയൊക്കെ സിനിമയിൽ നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വയനാടൻ തമ്പാൻ പോലെ തന്നെ വേറിട്ട കഥകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മറ്റു രണ്ട് മലയാള ഹൊറർ സിനിമകളാണ് ശ്രീകൃഷ്ണ പരുന്തും അഥർവവും. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കഥകളും തന്ത്രമന്ത്രങ്ങളും വിഷചികിത്സയും കുലദൈവവും മന്ത്രവാദവും വടയക്ഷിയും വർത്താലിയും വരാഹിയും ഒക്കെ ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് വിൻസെന്റ് സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണ പരുന്തിന്റെ പ്രത്യേകത. പൂർണ്ണമായും നമ്മുടെ പഴങ്കഥകളെയും ആചാരങ്ങളെയും മിത്തുകളെയും പ്രേതയക്ഷ സങ്കല്പങ്ങളെയും ഒക്കെ ആധാരമാക്കിയെടുത്ത ഹൊറർ സിനിമയാണ് ശ്രീകൃഷ്ണ പരുന്ത്. ഈ കാലഘട്ടത്തിന് പ്രസക്തമാകുന്ന ഒരു ഇന്നർ ലെയർ ഒക്കെ കൊടുത്ത് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു റീമേക്കിന് സാധ്യതയുള്ള ഒരു സിനിമയാണ് ഇതും. സിനിമയുടെ ഒരു പ്രത്യേകത നായകന്റെ പ്രതിനായക സ്വഭാവമാണ്. വെള്ളസാരിയെടുത്ത് വിഷാദഗാനങ്ങൾ പാടി നടക്കുന്ന യക്ഷികൾക്ക് പകരം നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്ന യക്ഷിക്കഥകളിലെ യക്ഷികളുടെ വേഷവിധാനങ്ങളാണ് സിനിമയിലെ യക്ഷികൾക്കുള്ളത്. വിഷാദഗാനങ്ങൾക്ക് പകരം നായകനെ വശീകരിക്കുന്ന ഗാനങ്ങളാണ് അവർ പാടുന്നത്. നമ്മുടെ യക്ഷി സങ്കല്പവും അതുമായി ബന്ധപ്പെട്ട സ്ത്രീ ലൈംഗിക സങ്കല്പവും ഒക്കെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. 1989 ഇറങ്ങിയ അഥർവം എന്ന സിനിമയും മന്ത്രവാദത്തെ പശ്ചാത്തലമാക്കി ചെയ്ത വേറിട്ടൊരു സിനിമയാണ്. ഇങ്ങനെ യക്ഷി പ്രേത സങ്കല്പങ്ങളുടെ പല സാധ്യതകൾ പരീക്ഷിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമാ ലോകത്തേക്കാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ സാങ്കല്പിക പ്രേതമായി നാഗവല്ലി എത്തുന്നത്. സിനിമയിൽ അങ്ങനെയൊരു പ്രേതം ഇല്ലെന്നാണ് പറയുന്നതെങ്കിലും സിനിമ കണ്ട് നാഗവല്ലി ഓർത്ത് അന്ന് പേടിക്കാത്തവർ വളരെ കുറവായിരിക്കും. പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്ത മ്യൂസിക്, പിന്തുടരുന്ന രീതിയിലുള്ള ക്യാമറ മൂവ്മെന്റ്സ്, ക്ലോസ്ട്രോഫോബിക് എഫക്ട്, ലൈറ്റിംഗ്, അറ്റ്മോസ്ഫിയർ, ഹോണ്ടഡ് ഹൗസ് തീം, ചില ക്ലവർ ജംപ് സ്കെയറുകൾ ഇതൊക്കെയുണ്ടെങ്കിലും ടെൻഷനും ഹൊററും ബിൽഡ് ചെയ്തു പോകുന്ന ആ രീതിയാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. പ്രേതമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞും ആ ഹൊറർ മൂഡ് നിലനിർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. തമിഴ് അറിയാത്ത, ഡാൻസ് അറിയാത്ത ഗംഗ ഇത് രണ്ടും ചെയ്യുന്നതിലെ ആ ഒരു ക്രീപ്പിനെസ് സിനിമയുടെ ഹൊറർ ഫീലിന് ആക്കം കൂട്ടുന്നുണ്ട്. ഒരാൾ പെട്ടെന്ന് മറ്റൊരാളെ പോലെ പെരുമാറുന്നത് ക്രീപ്പിയായ ഒരു കാര്യമാണ്. ആ ഒരു ക്രീപ്പിനെസിനെ നന്നായി ഉപയോഗിച്ച ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. 1999 ഇറങ്ങിയ ആകാശഗംഗയാണ് പിന്നീട് ഇറങ്ങിയ ജനപ്രിയ ഹൊറർ ചിത്രം. അബലയായ സ്ത്രീയെ ചതിച്ചു കൊന്ന
ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യാൻ പ്രേതമായി വരുന്ന തീമാണ് ആകാശഗംഗയുടേത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇതേ തീമിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി. വെള്ളസാരിയും അഴിച്ചിട്ട മുടിയും സങ്കടമുള്ള പാട്ടും വീണ്ടും പോപ്പുലർ ആകുന്നത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. പ്രേതം എന്നാൽ പ്രതികാരം എന്നൊരു ഫോർമുല തന്നെ അതിനുശേഷം മലയാള സിനിമയിൽ ഉണ്ടായി. ഒപ്പം പ്രേത സിനിമകൾ അതേ അളവിൽ കോമഡി മിക്സ് ചെയ്യുക എന്ന പതിവും ഇതിനുശേഷമാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. കാറ്റ്, പൂച്ചക്കണ്ണ്, പൂച്ച, പാമ്പ്, പറപ്പിക്കൽ, കണ്ണിൽ നിന്ന് തീഗോളം വരിക, ആണിയൂരുന്നതിലൂടെ പ്രേതം ദേഹത്ത് കയറുക, മതസൗഹാർദ്ദം ഒഴിപ്പിക്കൽ തുടങ്ങിയവയും പ്രചാരത്തിലായത് ഈ സിനിമയ്ക്ക് ശേഷമാണ്. മേക്കപ്പും ലൈറ്റിംഗും ഉപയോഗിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന സീനുകൾ ആകാശഗംഗയിൽ നിരവധിയാണ്. ഇന്ന് ഈ സിനിമയിലെ ലൈറ്റിംഗ് കാണുമ്പോൾ അത്ര എഫക്റ്റീവ് അല്ല എന്ന് തോന്നിയാൽ പോലും അന്ന് ആളുകളെ പേടിപ്പിക്കുന്നതിൽ അത് വിജയിച്ചിരുന്നു. ആകാശഗംഗയിൽ നിന്ന് മേഘസന്ദേശത്തിലേക്ക് എത്തുമ്പോൾ വൈറ്റ് സാരി മാറി കളർ സാരിയാക്കാനും ബ്ലാക്ക് ഗൗൺ പരീക്ഷിക്കാനുമുള്ള ഒരു ശ്രമം കാണാം. ഒപ്പം മേക്കപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭീകരത സൃഷ്ടിച്ച് പേടിപ്പിക്കാനും സിനിമ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുട്ടികളെ വെച്ചും ചില പ്രേത പരീക്ഷണങ്ങൾ മലയാളത്തിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വെള്ളി നക്ഷത്രം. പിന്നീട് വ്യത്യസ്തമായി വന്നൊരു പ്രേത സിനിമ മൃത്യുഞ്ജയമാണ്. ആദ്യം തരുന്ന ചെറിയ ഞെട്ടലുകളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ക്ലൈമാക്സ് തന്നെയായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. മൃത്യുഞ്ജയം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മിത്തുകളെയാണ്. പിന്നീട് 2019 ഇറങ്ങിയ എസ്ര 9, 2021 ഇറങ്ങിയ ദ പ്രീസ്റ്റ് കോൾഡ് കേസ് ചതുർമുഖം, ഈ സിനിമകളുടെ പ്രത്യേകത നമ്മുടെ യാഥാസ്ഥിക പ്രേതങ്ങളെ വിട്ടുപിടിച്ചു എന്നതാണ്. വിദേശ പ്രേതത്തെ മാത്രമല്ല, വിദേശ പ്രേത മേക്കിംഗ് കൂടി മലയാളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ച ഒരു സിനിമയാണ് എസ്ര. ക്രിട്ടിക്സ് ക്ലിഷേ ഹൊറർ എലമെന്റ്സ് എന്ന് പറയുന്ന, എന്നാൽ പൊതുവെ പ്രേത സിനിമകളുടെ പ്രേക്ഷകർ ആസ്വദിക്കാറുള്ള പല വിദേശ എലമെന്റ്സും ഉപയോഗിച്ചെടുത്തൊരു സിനിമയാണ് എസ്ര. ഫ്രീക്വൻസി വ്യതിയാനമുള്ള ശബ്ദങ്ങൾ, ജംപ് സ്കെയർസിൽ വരുന്ന സ്ഥിരം BGM, ഗർഭിണിയായ നായിക തുടങ്ങി പ്രേതത്തിന്റെ രൂപത്തിൽ പോലും വിദേശി ടച്ച് കൊടുത്തിട്ടുണ്ട് എസ്രയിൽ. ക്യാമറയുടെ പാൻ മൂവ്മെന്റ്സ്, പുറകിലൂടെ പിന്തുടരുന്ന ക്യാമറ തുടങ്ങിയ എലമെന്റ്സും ഉണ്ട്. 9 തീമിൽ ബാബാഡൂക്കിനോട് സാദൃശ്യമുള്ള ഒരു സിനിമയാണ്. അവിടെ നമ്മൾ കണ്ടുപരിചയിച്ച പ്രേതങ്ങളിൽ നിന്നും മാറി മനസ്സിലെ ദുഃഖവും നിരാശയും ഒക്കെയാണ് പ്രേതമാകുന്നത്. അതിനൊപ്പം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഉൽക്കയും കൂട്ടിനുണ്ട്. ഒടുവിൽ പ്രീസ്റ്റിലെത്തുമ്പോൾ പ്രേതത്തിന്റെ ലക്ഷ്യവും സ്വഭാവവും വരെ മാറുന്നത് നമ്മൾ കണ്ടു. വളരെ ഇമോഷണലായ, പൊസസീവായ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രേതത്തെയാണ് പ്രീസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുക. മനുഷ്യരെ പോലെ പ്രേതങ്ങളും ഇവോൾവ് ചെയ്ത് കൂടുതൽ നല്ലവരായി പോകുകയാണല്ലോ എന്ന് വരെ തോന്നിപ്പോകും പ്രീസ്റ്റ് കണ്ടാൽ. എന്നാൽ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ കോൾഡ് കേസും ചതുർമുഖവും കാണുമ്പോഴാണ് മനുഷ്യരെ പോലെ ടെക്നോളജിയിലും പ്രേതങ്ങൾ ഇവോൾവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. മൊത്തത്തിൽ മലയാളത്തിലെ പ്രേത സിനിമകളുടെ ഒരു ഇവല്യൂഷൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ മിത്തുകളെയും നാടോടി കഥകളെയും വേണ്ടത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തും അവരുടേതായ മിത്തുകളും ലോക്കൽ പ്രേതങ്ങളും അവയെ ചുറ്റിപ്പറ്റി വ്യത്യസ്തമായ കഥകളും ഉണ്ടാകും. അതൊക്കെ ഇന്നത്തെ ടെക്നോളജി വെച്ച് കുറച്ച് ഇമാജിനേഷനും കൂട്ടിച്ചേർത്ത് ചിത്രീകരിച്ചാൽ തീർച്ചയായും മികച്ച എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രേത സിനിമകൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്താണ് മലയാളത്തിലെ പ്രേത സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.